ഇത് മൂന്നാമത്തെ സെഷനാണ്. ആൻഡ് ഈ സെഷൻ അഖിലാണ് എടുക്കാൻ പോകുന്നത്. അഖിൽ 2013 പാസ്ഡ് ഔട്ട് ആണ്. അഖിലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അഖിൽ 4 years എഞ്ചിനീയറിംഗ്, അനദർ 4 years വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സപ്ലൈ എഴുതാൻ വേണ്ടിയല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കേണ്ട. അദ്ദേഹം 4 കൊല്ലം വയനാട്ടിൽ തന്നെയാണ് ജോലി ചെയ്തത്. സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഐ തിങ്ക് അവിടെ അദ്ദേഹം ജോലി ചെയ്തത് 4 വർഷമായിട്ട്. 4 വർഷം അദ്ദേഹത്തിന്റെ ഈ സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ഇൻ സുൽത്താൻ ബത്തേരി ഇറ്റ് സെൽഫ്. 4 years, 8 years ഓവറോൾ വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് മൂവ് ആയി. 3 വർഷമായിട്ട് ഇപ്പം ബാംഗ്ലൂർ ഉണ്ട്. നമ്മുടെ ആക്റ്റീവ് മെമ്പറാണ് അലുമിനിയുടെ. ഹൽമ എന്ന കമ്പനിയിൽ സീനിയർ ആപ്പ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു നല്ല ജൂനിയർ കൂടിയാണ്. ഞാൻ 2010 പാസ് ഔട്ട്. അപ്പോൾ 2013 നമ്മൾ കോളേജ് പഠനകാലത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രാവലിംഗും അദ്ദേഹം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ഒക്കെ കാരണം എങ്ങും പോവാതെ പെട്ടിരിക്കുകയായിരിക്കും അഖിൽ. എനിവേ, എൻജോയ് ദ സെഷൻ. ഓവർ ടു യു അഖിൽ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അർജുൻ ഏട്ടാ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അലുമിനി ആയിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു സപ്ലൈ എഴുതാൻ വരുന്ന ആൾക്കാർ മാത്രം കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ജൂനിയേഴ്സിന് വി ആർ ഗിവിംഗ് ബാക്ക് ടു സംതിങ് ദ പ്ലേസ് വി കെയിം ഫ്രം. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത അലുമിനി അസോസിയേഷന് നന്ദി പറയുന്നു. ഇതിന്റെ പാസ്റ്റിൽ ഒരുപാട് ആക്ടിവിറ്റീസിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല, എന്നാലും അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈനലി ഇതിന്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ സ്ക്രീന് കാണാമോ? Is it visible? Yes, sir, it is. Okay. So the first thing, ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കമ്പനിയിലൊക്കെ സാർ എന്ന് വിളിക്കുന്ന ഒരു രീതിയൊക്കെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ സിഇഒ ആയാലും അവിടുത്തെ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും പേര് വെച്ച് അഡ്രസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. അപ്പോ നമ്മളെ ഒരു കോളേജ് കൾച്ചറിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് അത് ശീലമായിക്കൊള്ളുന്നു വിചാരിക്കുന്നു. So let me start with this HTML, CSS and JavaScript. So ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാല്, നമ്മള് ഒരുപാട് തിയറി നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്ത് അത് വർക്ക് ചെയ്യുന്നത് കാണിക്കുക, ഇതാണ് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അപ്പോ നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈ എങ്ങനെ നല്ല ടൂൾസ് ഉണ്ടാക്കണമെന്ന് അറിയുന്ന ഒരു ഡെവലപ്പർ എപ്പോഴും ഒരു ഹലോ വേൾഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 100 മാർക്കിന് തിയറി എക്സാം എഴുതി പഠിച്ച് കാണിച്ചു കൊടുക്കുന്നതിലും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഒരു ആപ്പ് വേറൊരാളെ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാവുന്ന സമയത്ത് ഒരാൾ ഇന്ന കോഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഈ കോളേജിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നതിനേക്കാളും ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അയാൾ ബിൽഡ് ചെയ്ത ഒരു ആപ്പ് ഇത്ര പേര് ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ ബിൽഡ് ചെയ്ത ഒരു വെബ്സൈറ്റ് കാണുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ഓപ്പൺ സോഴ്സിലേക്ക് നൽകിയ കോൺട്രിബ്യൂഷൻ കാണുന്നതാണ്. സോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തിയറി സബ്ജക്ട് പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനത്തെ ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ബിൽഡ് ചെയ്യാമെന്നും പിന്നെ അത് മറ്റുള്ളവരെ ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാമെന്നും ഒരു ഫാക്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഒരു ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത ശേഷമാണ് അത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ സെഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഈ എങ്ങനെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. അതിനുശേഷം അടുത്ത 15 മിനിറ്റ് ഞാനിപ്പോൾ 7 വർഷത്തോളമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ആ 7 വർഷത്തെ കരിയറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷേ ദീസ് ആർ മൈ പേഴ്സണൽ ലേണിങ്സ്. മറ്റ് പലർക്കും അവരുടെ കരിയറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലേണിങ്സ് വ്യത്യസ്തമായിരിക്കാം. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. എനിക്കറിയാവുന്ന എൻ്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് അതിന് ആൻസർ തരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എ ജേർണി ഓഫ് 1,000 miles സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. നിങ്ങൾ ഒരു വലിയൊരു ആപ്പ് ഐഡിയ ഉണ്ട് എന്ന് കരുതി അത് ഐഡിയ മാത്രമായി നിൽക്കുന്നിടത്തോളം കാലം അതിനത്ര വാല്യൂ ഇല്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണെങ്കിലായിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതി സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ പതുക്കെ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. തിയറി പഠിക്കുന്നതിനേക്കാൾ ഉപരി ഡൂയിങ് സംതിങ് എന്നതിന്റെ വാല്യൂ എത്ര പറഞ്ഞാലും എനിക്ക് ഐ കാൺട്ട് സ്ട്രെസ് ദാറ്റ് ഇനഫ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എൻ്റെ പേര് അഖിൽ. ഞാൻ ഇപ്പോൾ ഹാൽമ PLC എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് MNC കമ്പനിയാണ്. അതിന്റെ ബാംഗ്ലൂർ ഓഫീസിൽ ഒരു സീനിയർ ആപ്പ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ GC വയനാട് 2009 2013 ബാച്ച് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ബാക്ക് പേപ്പർ ഒക്കെ ക്ലിയർ ചെയ്യുന്നത് 2015 അപ്പോ എന്താ പറയുക, ബാക്ക് പേപ്പർ എന്നുള്ള നിലയിൽ ഉള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കിട്ടിയ ലേണിങ്സ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, that's why I put it as 2009 to 2015 instead of 2009 to 13. Okay, so let me come to the tech part of the session. അപ്പോൾ ഞാൻ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഒരു സൈറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ google.com നാവിഗേറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് ഒക്കെ കാണിച്ചിരിക്കുന്നത് പ്രധാനമായും 3 ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ്: HTML, CSS ആൻഡ് JavaScript. സോ ഇതിലെ ആദ്യത്തെ ഭാഗമായ HTML. സോ വാട്ട് ഈസ് HTML? HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി യു ഗൈസ് വിൽ ബി ലേണിംഗ് പൈത്തൺ. HTML-ഉം പൈത്തണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി HTML-ന് പറ്റില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ്സ് ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം, ഒരു വെബ് പേജിനകത്ത് ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് HTML-ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വെബ് ബ്രൗസേഴ്സിനും ഈ HTML എന്ന് പറയുന്ന ടെക്സ്റ്റ് കണ്ടന്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോവുകയാണെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വെബ്സൈറ്റ് തന്നെ, അതിൻ്റെ സോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ സൈറ്റിന്റെ HTML. അപ്പോ ഈ കണ്ടന്റ് ആണ് നമ്മൾക്ക് സെർവറിൽ നിന്ന് നമ്മുടെ ബ്രൗസറിലേക്ക് വരുന്നത്. I think you'll get some other better examples. For example, ഇപ്പൊ ഇത് Reddit എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പൊ നിങ്ങളത് നോക്കിയാൽ കാണാൻ കഴിയുക, കുറെ HTML ടാഗ്സ് വെച്ചിട്ടാണ് ഇത്, ഫോർ എക്സാമ്പിൾ ഈ div ടാഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റിൽ നിന്ന് ഇതുപോലെ ഒരു വെബ് പേജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ബ്രൗസേഴ്സിന് അറിയാൻ പറ്റും. അപ്പോൾ ഒരു വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഈ HTML-ന്റെ സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഓരോ HTML ടാഗിനെയോ അല്ലെങ്കിൽ HTML-നെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെ യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യണമെന്ന് ബ്രൗസേഴ്സ് ഡിസൈഡ് ചെയ്യുക. അതിന് കണക്കായിട്ടാണ് അവർ ബ്രൗസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ HTML-നകത്ത് നമ്മുടെ റെഗുലർ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആർട്ടിക്കിൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ചില പാർട്ട് അതിൽ ഹെഡിങ് ആയിരിക്കും, ചില പാർട്ട് സബ് ഹെഡിങ് ആയിരിക്കും, ചില പാർട്ട് നമുക്ക് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ അതിനൊക്കെയുള്ള വ്യത്യസ്തകരമായ ടാഗുകൾ HTML-നകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ വ്യത്യസ്ത വീഡിയോസിനുള്ള തംബ്നെയിൽസ് നമുക്ക് കാണാം, ആക്ച്വൽ വീഡിയോ അതിനകത്ത് ഉണ്ടാവും. അതുകൂടാതെ വേറെ എക്സ്റ്റേണൽ, ഫോർ എക്സാമ്പിൾ ഡിസ്ക്രിപ്ഷനകത്ത് നോക്കുക കഴിയുകയാണെങ്കിൽ എക്സ്റ്റേണൽ അവരുടെ സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ HTML ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പാർട്ടാണ് ഈ ലിങ്ക്. ഈ തുടക്കത്തിലെ ഇന്റർനെറ്റിൽ നിന്നും
ഇത്രയും റിച്ച് ആയിട്ടുള്ള ഇത്രയും റിസോഴ്സസ് നമുക്ക് ഇന്റർനെറ്റ് വഴി കിട്ടുന്നത് മറ്റു പേജുകളിലേക്കുള്ള ലിങ്കുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് മുതലാണ്. അതായത് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു വാക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ തരുന്നത് മിക്കവാറും സമയത്ത് ഗൂഗിൾ അല്ല, പകരം ഗൂഗിൾ ഒരുപാട് വെബ്സൈറ്റുകളിലേക്ക് പോയി അതിനകത്തുള്ള വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. സോ ഈ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗൂഗിൾ തരുന്നത്, അവിടേക്ക് പോകാനുള്ള ലിങ്ക് ഒക്കെയാണ് നമുക്ക് ഗൂഗിൾ ലിസ്റ്റ് ചെയ്യുന്നത്. സോ ലിങ്ക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി വെബ്സൈറ്റ്, or at least the major websites we are using. ഇനി ആക്ച്വൽ HTML എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. നമുക്ക് HTMLന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ളത് ടാഗുകളാണ്. സോ യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് HTML ഓൾറെഡി. I think in smaller classes also they will teach you how to build a basic web page using HTML. So these are the tags. So it starts with a less than symbol, then the tag name, and it ends with the greater than symbol. So HTML is a tag, H1 is another tag, P is a tag, B is a tag. So these are the tags. Now we have an option to specify some attributes to a tag. For example, ഇത് ഒരു ഇമേജ് ടാഗ് ആണ്. അപ്പോൾ ഇമേജ് നമുക്ക് നമ്മുടെ വെബ് പേജിനകത്ത്, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിനകത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നമുക്ക് ഇമേജ് ടാഗ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഏത് ഇമേജ് ആണ് കൊടുക്കേണ്ടത് എന്നത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ ടു സം വാല്യൂ എൻക്ലോസ്ഡ് ഇൻ എ ഡബിൾ കോട്ട് ഓർ എ സിംഗിൾ കോട്ട്, അങ്ങനെയാണ് നമ്മളൊരു ആട്രിബ്യൂട്ട് അതിന് സ്പെസിഫൈ ചെയ്യുക. alt is another attribute for the img tag. നമുക്ക് ഈ ഇമേജിന്റെ മേലെ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടന്റ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആൾട്ട് ആട്രിബ്യൂട്ട്. സോ ഫോർ എക്സാമ്പിൾ, if I use this tag to display this image in the web page, when I hover it would show profile picture as the content. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് കണ്ടന്റ് ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് HTML ഉപയോഗിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇനി ആ HTML പലപ്പോഴും അത്ര ഭംഗിയായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഡയറക്റ്റ്ലി. അപ്പോൾ ഇത് ഏത് ഫോണ്ട് സൈസ് ഉപയോഗിക്കണം, ഏത് കളറ് ആയിരിക്കണം, ഇതിന്റെ വിഡ്ത്ത് എന്താണ്, ഇതിന് മാർജിൻ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കാസ്കേഡഡ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS. സോ നമുക്ക് ഈ HTML ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആക്ച്വൽ കോഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഈ കാസ്കേഡഡ് സ്റ്റൈൽ ഷീറ്റ്സ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് നമ്മുടെ ആക്ച്വൽ കണ്ടന്റും ആ കണ്ടന്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള സ്റ്റൈൽസും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ വി ക്യാൻ സ്റ്റൈൽ ദ എലമെന്റ്സ് ഇൻസൈഡ് HTML ഓൾസോ. സോ ഫോർ എക്സാമ്പിൾ, ഈ IMG ടാഗ് എഴുതുമ്പോൾ തന്നെ ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ഇതിന്റെ ബോർഡർ എത്രയാണെന്നും റൗണ്ടഡ് ബോർഡേഴ്സ് വേണം അങ്ങനെയൊക്കെ എനിക്ക് ഡയറക്ട്ലി ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റൈലിങ്ങും നമ്മുടെ കണ്ടന്റ് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് when you are building a large project, it's very important to have manageable independent pieces which can be integrated easily. So ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ സ്റ്റൈലിംഗ് ഒക്കെ വേറെ CSS ഫയലിലാണ് എഴുതാറ്. അതുകൂടാതെ എൻ്റെ പേജിനകത്തൊരു 100 ഇമേജ് ഉണ്ട്. ഈ 100 ഇമേജിന്റെയും സൈസ് 100x100 ആണ്, അതായത് 100 pixels width and 100 pixels height. For example, in Facebook search page, if you search for some name, then there will be some 100 results. Then you have to make sure every image is having this much width and this much height, and area is rounded, and the text is displayed in a particular style. So how are we gonna make sure each of these 100 elements follow the same styling? So CSS comes to the rescue. നമ്മൾക്ക് ID അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ഈ HTML ടാഗിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് CSSന്റെ റൂൾസ് ഉപയോഗിച്ചിട്ട് ഈ പെർട്ടിക്കുലർ ID അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ക്ലാസ് ഉള്ള ഇമേജസിനെ ഒക്കെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CSS നമ്മളെ സഹായിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ വെബ്സൈറ്റ് പൊതുവെ
കമ്പനികളൊക്കെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടേതായ ഒരു കൺസിസ്റ്റന്റ് വിഷ്വൽ ലാംഗ്വേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതായത് അവരുടെ എല്ലാ ആർട്ടിക്കിളിന്റെയും ഹെഡർ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലായിരിക്കും. ഇമേജസിന്റെ വിഡ്ത്തും ഹൈറ്റും പലപ്പോഴും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ താഴെയുള്ള റിലേറ്റഡ് ന്യൂസ് ഒക്കെ ഒരു സെയിം പർട്ടിക്കുലർ സ്റ്റൈലിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ യൂസ് കേസസിലൊക്കെ ആ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ CSS സഹായിക്കും. അപ്പോൾ ഈ രണ്ട് HTML ആൻഡ് CSS വെച്ചിട്ട് എങ്ങനെ ഈ കണ്ടന്റ് നമ്മളൊരു പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യും എന്നും പഠിച്ചു. ഇനി അത് ഇന്ററാക്ഷൻ, ഫോർ എക്സാമ്പിൾ when you are clicking a button, it shows some alert. So how are you gonna build that functionality into your web page? That's where JavaScript comes. JavaScript എന്ന് പറയുന്ന ഒരു ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ HTML പറ്റി നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് എ മാർക്കപ്പ് ലാംഗ്വേജ്. So markup language cannot do programmatic tasks like adding two numbers or displaying an alert. That's where JavaScript comes into the picture. ഞാൻ നേരത്തെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് സൈഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലയന്റ് സൈഡ് ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോഡൊക്കെ നമുക്ക് നമ്മുടെ ഒരു സെർവർ ഈ കോഡൊക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ നിന്ന് ത്രൂ ഇന്റർനെറ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും എന്നിട്ട് ഇതിന്റെ ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കുന്നത് ബ്രൗസറിലായിരിക്കും. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബ്രൗസേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഈ HTML ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാ ബ്രൗസറിനും അറിയാൻ പറ്റും. അപ്പോ എക്മ എന്ന് പറയുന്ന യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് എങ്ങനെ അതായത് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ പുതുതായിട്ട് ഒരു വെബ് ബ്രൗസർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ആ വെബ് ബ്രൗസർ കൃത്യമായിട്ട് വെബ് പേജുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ എക്മ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ഈ ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ള ഡിഫറെന്റ് വെബ് ബ്രൗസേഴ്സ് ആയിട്ടുള്ള ക്രോം, ഫയർഫോക്സ് ഒക്കെ അവരുടേതായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് കമ്പൈലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്മ സ്റ്റാൻഡേർഡിൽ എഴുതിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡ് അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടാസ്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആയിട്ടാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് HTML, CSS ആൻഡ് റെഗുലർ വനില ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ വെബ്സൈറ്റുകൾ പലപ്പോഴും മികച്ച ലൈബ്രറികൾ ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വെബ്സൈറ്റ് ബിൽഡിംഗ് പ്രോസസ് ഒരുപാട് ഈസിയർ ആൻഡ് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. React.js is one of that. പിന്നെ AngularJS, Vue.js അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. പിന്നെ കോമൺ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പല കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോഡാഷ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ എൻവയോൺമെന്റ് വാരിയബിൾസ് എന്ന് പറയുന്നത് നമ്മളെ പൊതുവെ എല്ലാ പ്രോഗ്രാമിലും പൊതുവെ ഉപയോഗിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് .env എന്ന് പറയുന്ന ഒരു പാക്കേജ് ലൈബ്രറി അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് the same language can be used for mobile app development, server side development, this client side. I was mentioning about client side, right? HTML and CSS, whatever that gets executed in the browser, it can be used for client side development also, as well as നമ്മൾ ആദ്യത്തെ ഒരു വിൻഡോസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ വിൻഡോസ് മെഷീനിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ they are known as native apps. JavaScript can be used to build native apps also. And in fact, ഞാൻ നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ആക്ച്വൽ കോഡ് എഴുതേണ്ടത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ സോഴ്സ് കോഡ് എഡിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈ VS കോഡും ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതിയിട്ടുള്ളത്. Electron.js ഉപയോഗിച്ചിട്ട് ആണ് അതിനെ ഒരു വിൻഡോസ് പ്രോഗ്രാം ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ that was the intro. Now let me start to write code. Okay.
So this is a software which can be downloaded from the internet for free. It is by Microsoft. It's called Visual Studio Code. So it's like every other editor you are familiar with, but it has a lot of functionality like syntax highlighting. Let me show you. So let me create a folder. Right now, I am using a Mac machine, and this is very similar to a Linux terminal. So whatever commands that can be used in Linux terminal can be used here also. So let me create a new folder. dir gec WAA. ഇപ്പോൾ ഒരു empty ഫയൽ empty folder സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ ഫോൾഡർ ഈ ഒരു VS കോഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. So it's an empty folder. We don't have any file. The advantage of building in HTML and CSS is you don't even have to install a lot of tools. If you have a text editor and if you have a web browser installed, you can easily start. So let me create a new folder called index.html. Okay. So I was mentioning about tags. So I'm just getting the syntax highlighting. So each HTML file will be having HTML tag, and it will be having a head part, and a body part. So now you can see when I type some tags, this one is called opening tag. So it starts with the less than symbol, then the tag name, and greater than symbol. And I have to close this tag by doing this. Start the tag less than symbol / then the tag name and closed. So when I save this, this gets aligned. All of this is done by the this VS Code itself. So that's the advantage of having a source code editor instead of using your regular gedit or Microsoft this text editor. So instead of using Notepad like tools, make sure you install some I wouldn't say IDE, a source code editor like Visual Studio Code or Sublime Text. So I'll show you. So I have saved this file. Let me have a header. H1 is the header tag. So now I go to the my computer in equivalent of your machine. And now you can see this is my index.html file is saved here. And if I open using Chrome, you can see this is a very basic web page. You can open in Chrome, and whatever tags you have written, it gets displayed here. So another basic thing is whatever content that is about this web page but that are not displayed, we usually do that in head, and whatever content we are displaying on the page, we display it in the body. So for example, right now you can see the title of this page is index.html, but when you take a look at the page of our Google Meet, you can see it's meet - whatever content, whatever meeting ID. So to give that, we use a tag called title. TEC Wayanad. I save this and I reload the file, and you can see it is changed. So now let me do some hello. I have multiple header tags. Welcome to the website of TEC Wayanad.
So to show a live preview of this website, let me use another tool called Live Server. It is not required, but this I'm just using to show a live demo of the site. Whenever I make some changes, instead of me going and refreshing that page, I can directly see the changes. For example, GC Wayanad Talappuzha. Moment I saved, it got appeared here. Now, what I want to do is I want to show a picture of the college. So I'll create a website. I'll create a folder called images, and I found this picture from the internet. So I pasted that here. So let me have a picture of the college. I was mentioning I can use img tag to display an image, right? So img, I have to pass an attribute called source. So // means in the current folder, inside this images folder, I have a file called college.jpg, display that, and alt text is C Wayanad. And some tags I can close like this also. Instead of me starting this tag and using a close tag, I can use this in the same tag after it is done. If I do / and close, it will be closed. So now you can see the image of the college is displayed here. And let me create another header. Courses offered. Then UL tag is to have an list items inside this UL. For example, BTech in CSC, ECE, MEC. So this is a very basic version of the website, but it looks really bland. So how do I add some styling to this? So if I want to have some background color, for example, so what I can do is I can do things like, so whatever thing I am writing inside this style attribute, it is CSS. Now you can see it is happening. It is shown here. So, but ideally, when we write code for when we are building websites, instead of giving things inside the element as an attribute, we usually create a new file called CSS file. So style.css. So now I want to mention for the body, I need to have this style. And I have to include this style.css file inside my HTML. So I can use link tag. So I have to, in the rel attribute, I have to mention style sheet, and the href is the link to the style sheet. So now you can see whatever styling I have given in this styles.css file gets applied here. So now I was mentioning we have a lot of libraries which can be used freely, and we can use them to have a lot of functionality that are already written. And in case of CSS, we have a list of standard libraries which can be utilized to have a decent looking UI in a very short time. One of them is Bootstrap. So like you can see in this link,
I have mentioned a web page. So if you want, you can link resources that are available in the internet also. Okay. Now, എനിക്ക് let me show you something else. So now you can see I have mentioned some 5 courses inside this, and some of them are undergraduate courses and some of them are postgraduate courses. So I need to have a particular styling for undergraduate courses. For example, I want to change the font style to font color to maybe blue, and the postgraduate courses I want to change the font color to red. So for this kind of use cases, I can specify use something called class. So class means whichever multiple elements can have the same class. And I can use ID also. So if only one of the element is having that particular ID, for example, courses title. Now I can use CSS to style these particular elements. So I can use hash to target IDs. And make it 70 pixel. So you can see the font size is changed. Now, if I want to change the styling of the undergraduate courses, I use a dot. Then I mention the class name of this. I use color to set the font color. You can see whatever elements which was having the class undergrad courses, change the font color to blue. Okay. Now we have something called div. Div is a way to, kind of have combine elements. So the advantage of style sheet, this Bootstrap style sheet, is if we write some particular class name, it has some styling. Like this, it is written inside this bootstrap.css. So for example, class equal to container. The moment I does that, things became a bit more, bit more neat. And you can, if you remember, the font style also got changed when I added the style sheet. Now in container also, if I want to have some more, you can see right now the text is touching the top part. I can have some border top, not border, margin top.
some 50 pixels. I hope you have a basic idea what pixel is. Now you can see there is a certain margin between the top part as well as the element. So you can learn about different tags, how to use them, and build some web pages. Now, what if you need to have some functionality? For example, in the website, if I have an option to send newsletters to everyone who has subscribed, so let me create a text field where someone can enter their email, and when they press a button, we need to add them to a subscriber list. Consider that use case. How would I do that? Now I'll create a new div. Input type equal to text, ID equal to my email. I'll do that later. I think we are running a little out of time. So when someone enters their email, when someone enters their email and clicks subscribe, I have to tell them, hi, we have added you to our subscriber list. So how would I add that kind of functionality? That's where JavaScript comes in. So another advantage of using this Bootstrap in our web page is I can have a class called btn success. So I can give multiple class names to the same element. So whatever styling that is applicable to btn as well as btn-success will get applied to this particular button. Now you can see it is green now. There are multiple styling available in Bootstrap. You can just Google about Bootstrap, and I'll share a document later. In that, I'll give you the links to all these resources. So now you can see it's changed. So how do I add JavaScript to the web page? So inside head, I have a tag called script. So I can, in JavaScript, this is how I write a function send email. So in the starting, I'll just say hello when the user presses this button. So how would I tell my HTML to execute this function when someone clicks this button? So we have something called event handlers. So in this button, I have an attribute called onClick, and I can give a function name here. Let me name it as subscribe. So now you can see when I click this button, it says hello. And how would I get the element that is, for example, if I have written my email address here, how would I get that using JavaScript? So I can create a new variable email address equal to this document. In JavaScript, I can access whatever content that is displayed in the web page. So I have a function called getElementById, and I have, let me give an ID to this text field, email
if. When I do this, I'll get the email address here. Now, for string concatenation, I can use this plus operator. So this is how I check for error. So if you are getting any error while you are building JavaScript, so what you have to do is right click, inspect, and you have a console here. In the console, the error will be displayed. So right now what I have is email address is not defined. Yeah, because my variable's name was email and I was trying to append email address. So test by ID. This is another, I'm not sure why that was not working. So you can see the email address test will be added to our subscribers list. I was using this function to get the element there, document.getElement by ID. Okay, so now we have a basic website. So if this only works in your website, inside your machine, now you can't send this to your friends via, you can't just copy this HTML and ask them to do this. So what if you want to share this to the world? So now I'll show you how to deploy this website to the internet. For this, I am using a tool called search. Search.sh. If you navigate to this site, it says static web publishing for front-end developers. So if you want to use this, you have to install Node.js. How to install Node.js? I have mentioned that in the document. Also, I'll share the source code with you guys, and you can try this on your own and make changes. Maybe try to build a personal website of you using the different tags and give different styling and deploy to the world. So how do I do this? To install this tool called search. After I install Node.js, I can do this. I can run this command called npm. So npm install -- global search. What it will do is it will install this tool called search in the machine. So right now I'm in this ECWAA directory. Now when I do search, when you're running, if you're running it for the first time, it will ask you to create an account by entering your email ID and do a password. Since I already have an account, it says running as Agil, my email ID. So it will ask you for the project folder. This is the directory I created. So you can see GCWAA, and these are the files inside my folder.
and this I can just press enter. So you can have a domain. So let me, you can't, so unless you have a domain name on your own, you can't change this search.sh. Since this is a free service, they'll make sure only search.sh URLs are available for you. But if you have another domain on your own, you can link them. Test EEC site. So now you can see published to testgec-site.search.sh. So if I open this URL in the web page, now you can see this website is available, and you can share this URL to anyone and they'll be able to see this. Okay. So after the session, I'll share the source code with you guys. You try to install these tools and build everything from scratch and see if it works or not, and deploy it using this search.sh. Okay. And another small little tool, what you can do is, for example, if you are in a website and if you want to change some content or understand some things, you can use in Chrome, you do an inspect element. So if I change this content, right, Bootstrap test, you can see the content got changed. So because it was rendered by your web page and you have the ability to change things. And if you want to change the CSS, you can see some classes given here, and you can change the content here, green. Now you can see the background color got changed to green. That's another cool little trick you can play around with. So I showed you how to deploy using search.sh. So I think our coding exercise took a little time. Now let me share some learnings from the 7-year-long career I had till so far. And these are the learnings I have. So it might not be true in everyone else's case. People are going through different paths. Unless, if you are doing it decently in the career, that's okay, I guess. So these are my learnings. I said I graduated in 2015. അപ്പോൾ 2013 കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 2 വർഷത്തോളം എനിക്ക് കോളേജിൽ വരേണ്ടി വന്നിരുന്നു. എന്നിട്ട് അതിനുശേഷം ആ ബാക്ക് പേപ്പേഴ്സ് എഴുതി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഗ്രാജുവേറ്റ് ആവാൻ പറ്റിയത്. അപ്പോൾ ഈസ് ഇറ്റ് വർത്ത് ഹാവിങ് ബാക്ക് പേപ്പേഴ്സ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് വർത്ത് ഹാവിങ് ബാക്ക് പേപ്പേഴ്സ്. നമ്മൾ 4 വർഷം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയിട്ട് ക്ലിയർ ചെയ്യുക എന്നതിന്റെ എഫേർട്ടിനേക്കാളും വളരെ കുറവാണ് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കുറച്ച് മെനക്കെട്ട് പേപ്പർ എഴുതി എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊക്കെ ആവുന്ന സമയത്ത് അതിന് കണക്കായിട്ട് ലീവ് അപ്ലൈ ചെയ്യുക, ലീവ് കിട്ടിയതിന് ശേഷം പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡ്രോപ്പിംഗ് ഔട്ട് മൈറ്റ് നോട്ട് ബി വർത്ത് ഇറ്റ്. നമ്മൾ പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ടാവും, ദേ ആർ ബ്രില്യൻറ്റ് ഇൻ കോഡിംഗ് ബട്ട് they will be having some back papers and they get some job and they just take up and saying, hey, I don't need a degree. But the thing is, when you advance in your career, right, in some of the places you might face some roadblocks. They'll be insisting that you have some graduation degree. They might not even care from which institute or which university, but it's important to have a degree. So some people I have seen that they have completed some BCA or MCA using some other university through distance education, but you need to have a degree. That's very important, and a lot of opportunities might not be for you if you don't have a degree. And another thing, but even if you have some back papers, it's not the end of the world. You can recover from that stage. You can have a good career. It's not like if you don't, if you have some back papers, that's the end of the world. It's not like that. You can always go back to your college and finish the papers. At the same time, you have to make sure during that period,
you are making some kind of progress in the career front also. Another thing I found out was it's perfectly okay to work in small companies. In fact, I would actually recommend that if you are starting out your career, try to focus on joining some small startup or small companies where you get to work with a lot of things instead of joining somewhat services companies like Infosys, TCS, Wipro, where you will be recruited and put in a huge project where you'll be learning only about a small part of the entire system. Another thing I found out was I worked in Wayanad for 4 years. I had an amazing time there. I owe my career to the job in that place. So whatever I learned in that 4 years kind of gave me a good foundation on how to build software, on how to get things done. Maybe whatever I have learned from college, the learning I had during my first job, it kinds of much higher compared to whatever I learned in my college. And another thing is, whenever we consider നാട്ടുകാരെന്ന് പറയും, according to them, TCS, Wipro, Infosys, Accenture are the great companies. But that's not true. If you want to have an amazing career, I'm not saying these companies are bad, but in the long run, if you can join a startup and look into companies like these. So these are services companies. What they do is they'll take projects from some other organization and they'll consider you as a resource. They'll give you some training and they'll charge the client company for the hours you are working. But these companies are product companies. It might be a little difficult to get into these companies, but if you can get into it, it's really worth it. So as far as software engineers are concerned, the best companies are usually, they have an acronym for this. It's called FAN. They are Facebook, Amazon, Apple, Netflix, and Google. So if you can get into that, amazing. Or try for companies like LinkedIn, Intuit. The thing with Intuit is people might not even hear about this company, but it is considered as the best company to work for in terms of amenities, in terms of package, everything. Another company is a small startup in Bangalore called Postman. Postman is a tool that is used by most of the tech companies in the world, including Google, Facebook, Microsoft, everything. Denso is another startup in Bangalore. Ola, Uber, Zomato, Swiggy. SAP Labs is another huge organization which pays the employees really well, and the amenities also are amazing. Another company is called Atlassian. Another one is Samsung. So in the long run, aim for companies like this, whereas the treatment you are getting or the work you are doing will be much more amazing in these companies compared to the ones you will be doing in TCS, Wipro, Accenture, and CTS. So when you're working with people from these companies, you understand the difference. I would most of the time, till this point, I was preferring to work with people who are coming from startups, because the practical experience those guys possess would be much more compared to the people from services companies. I'm not saying these companies are bad, but if you take effort, you can you can learn a lot of things. But if you are working in a startup or product company, the learning will be part of your job, and you get to understand much more things in a startup. And I was saying I worked in Wayanad for 4 years. Netram is a company that visits our college for placement every year. That's an amazing company. And the CEO itself, so he's a very knowledgeable person. He's a BTech from IIT Madras and then went to US and did an MS and MBA from Colorado University. So experience, working with those kind of people will give you an edge. You will understand technology much better. And another thing you have to understand, if you are taking software engineer as a career, you might have to, you have to keep on learning. So what is the story of Shakti and Chang? So Shakti and Chang were my managers in a startup called QuickPod. So these two guys have completed their, I think, post-graduation from NIT Trichy. It is one of the
one of the best institutes in India, one of the best NITs in India, and they were in the industry for the past 15 years. So after they left QuickPod and joined some other company, we usually catch up and discuss about work. Apart from just chilling and partying, we just discuss about work also. So one of the most important takeaway I got this from guys is when I asked about their job, what they mentioned is we are getting to learn a lot more new things. Whatever latest technology available out there, we are learning that. And you are talking about the guys who are there for the past 15 or 18 years. And I was thinking, since now I have 6 years of experience and I understand technology, maybe I can stop learning and just apply whatever I have learned. But these guys have proved me that it's not okay to stop learning. You have to keep on learning, and that's how you progress in the industry. And the thing is, if you keep on updating yourself, apart from learning, apart from the ability to understand technology or work with latest technology, another very lucrative advantage is you will be get paid handsomely if you understand latest technology and if you can learn on your own. So there are you don't have to spend a ton of money to learn new things. There are websites called EDX or Coursera. It's very important to develop a skill where you can learn without the help of anyone. So if you can follow something from the internet and build something out of it, that's an amazing skill. So instead of paying some money and getting a certification, just go through a course, get some understanding of the technology and build something from it and showcase them. That's much more worth in an interview or if you are applying for a good company, good product company or startup. And another thing is being a team player matters. So whatever we have learned till this point is നമ്മളെപ്പോഴും ബാക്കി സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് അടിപൊളിയാക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് ഓരോ പാർട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു ടീം വർക്കിൽ കൂടെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. There is a term called non-zero sum game. So in zero sum game, when two teams are played, one team loses and the other team wins. But non-zero sum game means, so in a zero sum game, it's -1 and +1, the sum is 0. In a non-zero sum game, everyone who plays gets something out of it. So you have to keep that non-zero sum game term in mind. So help each other, if you help people out, people in general, this is my understanding, people in general are good people. So if you help them, they'll help you back. And another major thing is, so it applies to every part of your life, don't be an asshole. So yeah, this is just a recap. So important skills, how to learn without the help of others. If you can go to a tutorial and understand whatever they are doing and try to build it on your own, amazing. Use Google to find the answers yourself before asking someone. It's okay to ask someone, but make sure you dust your own bit before you go to others. And there is another website called Stack Overflow. Whenever you Google about something related to programming, you will be redirected to Stack Overflow. It's a question answer site. So if you are not finding answers you want, you can ask questions in Stack Overflow, but you have to make sure it's not a duplicate question. You have to do your Googling bit yourself before asking questions in Stack Overflow. And no matter how much theory you learn, you have to learn how to make that work in practical. And another thing you have to do in this stage is to have a good understanding of one programming language. So if you grasp one programming language correctly, then when you want to learn another language, it is much more easier because you can relate to the concepts in the second language to the first one. So it's much easier in that way. And
it's okay to ask for help. But before asking for help, do your homework. And you have to create accounts in websites like LinkedIn, Stack Overflow, GitHub, everything. So GitHub is a place where you can showcase your work. You can host your code in GitHub as repos. So in the document I'll be sharing, I'll give a link to GitHub, and I'll do a basic tutorial of how to use that also. It's a YouTube video link. And things are not so important. So whenever you hear the term interview, you'll be thinking about, wearing formals and, being there on time and speak very sophisticated language and all that. But the interviews in current scenario, in the current world, whatever I have experienced in product companies and startups, it's much more it's very different compared to whatever we have thought while I was in college. So most of the times what they will do is they'll give you a task and you might not be familiar with that technology. For example, it will be a library that is used by the new company, and you might not be having an understanding of that library. They'll be saying, hey, build a small website and you need to have a graph using this library where you will be representing the data. For example, in case of COVID, the age distribution. So how many people from 0 to 10 have COVID, 10 to 20, 20 to 30, you need to build a bar chart. So what they're trying to understand is if you can, refer the internet and get the things and, do copy paste neatly and come up with a working solution. And you don't have to memorize everything. You will be having a computer with internet connectivity all the time. So if you grasp the concept clearly, even if you forget the function name, it's okay to look into the internet and find the function name. So the major idea is, you should know how to look and where to look. And this is another debatable topic is, right now you don't need to have a super deep understanding of data structures and algorithms. You need the basics, but you don't have to worry about traversing an n-array tree. But just get a basic understanding of what is linked list, what is arrays, what are trees, how to do basic tree traversal. But no need to go too deep into this into data structures and algorithms at this moment. But when you have to understand is, one of the most important subjects you will be learning during your graduation courses, both these data structures and algorithms. And no matter how senior you are, when you are interviewing for a company, you will be getting questions from this. And recently I was attending an interview and they made me write the code to sort an array. So it is there, you have to have an understanding of DSA, but not so deep at this moment. And finding a job can be a little frustrating at this stage, but you have to be patient. You have to kind of update your skills thoroughly, and eventually you will definitely win. So whoever I know who followed this have got a good job in the long end. So whenever we look for people, right, we want people who can do things. Instead of looking for someone who has perfect GPA or higher percentage during graduation, what we look is who understands programming languages and builds something with the language. So yeah, that's the point about how we hire. I think I did a basic covering through the areas, and now it's time for questions. So I think I took a little too much time. So guys, questions? Thanks, Akhil, for a wonderful session. Guys, I'm already late on. Please ask your questions, please. Guys, anything? Ellarum padichum thonana ട്ടോ Akhile. They will create a website very soon. Sir, may I? Yeah, please.
സർ ഞാൻ സെക്കൻഡ് ഇയർ ആണ് ഈസി. അപ്പം വലിയ രീതിയിൽ ഈ കോഡിംഗ് ഒന്നും അറിയില്ല ബേസ് ആയിട്ട്. അപ്പം അത് പഠിക്കാനുള്ളൊരു മീഡിയം ഒന്ന് പറഞ്ഞുതരാം. പഠിക്കാന്ന് പറയുമ്പോൾ ഞാനിപ്പോ കുറച്ച് റിസോഴ്സസ് എന്തായാലും ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ലേൺ പൈത്തൺ ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വെറുതെ ഈ വീഡിയോ കണ്ട് തീർക്കാതെ അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഈ ടൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനകത്ത് മിക്കവാറും ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ അത് ഫോളോ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഈ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഈ കോഴ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളൊരു 10 ഇവര് പറയുന്ന 10 കോഡിംഗ് എക്സസൈസസ് നമ്മൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പല ബേസിക് കൺസെപ്റ്റ്സും നമുക്ക് മനസ്സിലാവും. ആൻഡ് ദെൻ വി ക്യാൻ കൈൻഡ് ഓഫ് അപ്ലൈ ദോസ് കൺസെപ്റ്റ്സ് ടു ദ കോഡ് യു ആർ ബിൽഡിംഗ്. പിന്നെ ഇൻ ജനറൽ അപ്പോ ഭാവിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും കോഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്ട് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി പീപ്പിൾ ഫ്രം ദ അലുമിനി ക്യാൻ മെന്റർ യു ഗൈസ്. പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ രീതിയിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് വഴി ഉണ്ടാക്കണം എന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടുക. എന്നിട്ട് അതിനുശേഷം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണമുള്ള കാര്യമായിരിക്കും തോന്നുന്നു. താങ്ക് യു സർ. So okay, I'll be using so there are 2 questions in this chat. So one of the question was how can we add an MP4 file in I was mentioning we will be using HTML tags, right? So there are multiple ways to embed an MP4 files in your web page. One of them is HTML5 has a tag called video where you can specify the video source. So you need to have this video file somewhere in the internet, and like I mentioned, href for the image, you can mention the link for the video also. So just Google video tag in HTML and you can understand what is the syntax and use that. പിന്നെ വെബ് ഡെവലപ്മെന്റിന് w3schools.com നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനീഷ്യൽ ഡേയ്സിൽ ഒരു പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റി പൊതുവെ ഒരു എന്താ പറയാ ഒരു തമാശയാക്കുന്നായിരുന്നു. W3 സ്കൂൾസിൽ നിന്നുള്ള റിസോഴ്സിനെ കളിയാക്കാറുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് യൂഷ്വലി ദ ഫസ്റ്റ് റിസൾട്ട് ദാറ്റ് വുഡ് ഷോ അപ്പ് വെൻ സംവൺ ഗൂഗിൾസ് ആൻഡ് ദ ഡേറ്റ വാസ് നോട്ട് ദാറ്റ് ആക്യുറേറ്റ്. ബട്ട് തിങ്സ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് ഐ വുഡ് സേ. സോ ഇപ്പോ W3 സ്കൂൾസിന്റെ ആൾക്കാർ അതിനകത്തുള്ള ഡേറ്റ റിലവന്റ് ആണ്, കൃത്യമാണെന്ന് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അപ്പോ ഉപയോഗിക്കാവുന്ന ഒരു റിസോഴ്സ് ആണ് Mozilla. I'll just share the link. Mozilla, there is a website called MDN, Mozilla Developer Network. ഈ MDN അകത്ത് HTML, CSS, JavaScript കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആധികാരികമായ ഒരു ഡോക്യുമെന്റ് ആണ്. Skills needed to hire in a product based company. It's a question by Muhammad Nihal. So different companies will be seeking different skills. So in a larger organization, they'll be having positions like database administrators, all that. But in general, people need someone who can solve problems that are related to computer. I know it's a broad term. So നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാസ്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരു റിയൽ വേൾഡ് പ്രോബ്ലം ആണ് കിട്ടുക. അപ്പോൾ ഒരു നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗൂഗിൾ ഉപയോഗിച്ചിട്ട് റിസോഴ്സസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ മിക്കവാറും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ നിങ്ങൾക്കൊരു റിയൽ വേൾഡ് ടാസ്ക് തരും. അപ്പോൾ നെറ്റ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പഠിക്കുക. പിന്നെ പലപ്പോഴും അവര് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഹയർ ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ദിൽ ബി ഹയറിംഗ് ഫോർ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഹു ക്യാൻ വർക്ക് ഇൻ Python, or back end developers in Node.js, or front end developers who are well versed in React. So understand the technology, then have a general understanding of how things work. Then another major thing in all these companies is the deeper understanding of data structures and algorithms. And there is a website called Geeks for Geeks. So they'll be giving you an outline about what are the questions that are asked in Google interviews,
or what are the questions that are asked in Facebook interviews. So അങ്ങനെയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഇന്റർനെറ്റിലുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിങ്ങൾ റിലേ ചെയ്യാതെ, അപ്പോൾ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ഞാൻ ആകെ ഒരു 2-3 കമ്പനി അവരുടെ ഇന്റർവ്യൂസ് മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ ഗൂഗിൾ നിങ്ങൾക്ക് ഇത്രയും പല കമ്പനീസിലെയും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് തരും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ഉണ്ടാവും. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ദ ഇൻഫോ യുവർ സെൽഫ്. And that's a very important skill. So one of the major skill I would always stress is how to Google things and find the answer. And another question by Abhiram K. Pradeep is brackets UCMO instead of Visual Studio Code. So you can use whatever tool you like. അപ്പോൾ നമ്മൾ സാധാരണ നോട്ട് പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് പല ഫീച്ചേഴ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൂളും, ഫോർ എക്സാമ്പിൾ ഇഫ് യു പ്രിഫർ Gedit, യൂസ് Gedit. ഇഫ് യു പ്രിഫർ Atom, യൂസ് Atom, ബ്രാക്കറ്റ്സ്, Sublime Text, whatever. സോ പോരാതെ ജാവ അല്ലെങ്കിൽ പൈത്തൺ പോലുള്ള ലാംഗ്വേജുകൾക്ക് വി ഹാവ് സംതിങ് കോൾഡ് IDEs, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതിനകത്ത് കമ്പൈലിംഗും റണ്ണിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ PyCharm is such a tool. And for Android development you have something called Android Studio. And if you want to develop apps for iOS, you have Xcode. So whatever tool you like, you can use that. But in case of Android and iOS, they'll be mentioning you can only use this particular tool for developing apps for this platform. JavaScript ഒക്കെ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എഡിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദർശ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗ്ലാസ് ഡോർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കമ്പനീനെ പറ്റിയിട്ട് എംപ്ലോയീസിന് കമ്പനീസിനെ റിവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് ആണ്. അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ പൊസിഷൻസ്, പിന്നെ കമ്പനി ആംനിറ്റീസും അല്ലെങ്കിൽ അവിടെയുള്ള ഇന്റേണൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുകൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ഇന്റർവ്യൂസ്. ഇന്റർവ്യൂസിനകത്ത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്ലാസ് ഡോറിനകത്ത് പോയാൽ അവൈലബിൾ ആയിരിക്കും. Okay. All right. Yeah. So thanks, Akhil. We'll see you next week with more different session. Over to you, Hanu. Okay, so we are leaving a feedback form here. Please do fill in the form and let us know the topics you are interested in attending more sessions. On behalf of IEEE GCW, I express my sincere gratitude to Mr. Akhil Balakrishnan, Senior App Developer at Halma PLC, for taking his precious time out for us. The session was indeed edifying, especially the last part. Thank you so much, sir, for such an amazing session. Many thanks to Mr. Arjun Sundareshan, Chairman of GCW Alumni Association Bangalore Chapter, and Mr. Shabir KP for giving us an opportunity to host such an amazing session. I know I can never thank the Minna for lending their constant support to us throughout. Last but not the least, thanks to all the participants present here who made this workshop a great success. So we'll be leaving a feedback form. Please do fill in the form and let us know the topics you are interested in attending more sessions. Thank you. Thank you all. Good day. Thank you. ഞാനിപ്പോ ഒരു PDF ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്യാം. വഴി ഞാൻ അർജുനായിട്ടിന് ഷെയർ ചെയ്തിട്ട് അത് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഏത് ടൂൾസ്, ഞാനിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൂൾസ് ഏതാണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. Thank you guys. Thank you. Bye. See you.